കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ജിമ്മുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പിന്റെ പരിശോധന ഉണ്ടായിരുന്നു. ഡ്രഗ് കൺട്രോൾ ബോർഡാണ് ആ പരിശോധന നടത്തിയത്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ജിമ്മിലാണ്, തിരുവനന്തപുരത്ത് ആനയറ ഹൈവ് എന്ന ജിംനേഷ്യം. അതിന്റെ നടത്തിപ്പുകാരനായ ദീപു നമുക്കൊപ്പം ചേരുന്നു. ട്രെയിനിങ്ങിന് വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത്? ട്രെയിനിങ് വരുമ്പോൾ നമുക്ക് അവരുടെ ബോഡി എങ്ങനെയാണ് അവരെ എയിം അതനുസരിച്ച് നമുക്ക് വർക്കൗട്ട് പ്ലാൻ ഡിസൈഡ് ചെയ്യും. അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ വർക്കൗട്ട് പ്ലാൻ ഡിസൈഡ് ചെയ്യണത്. അവരുടെ സ്ട്രെങ്ത് അവരെല്ലാം ആദ്യം ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യും. അത് നോക്കിയ ശേഷം നമ്മൾ വർക്കൗട്ട് പ്ലാൻ ഡിസൈഡ് ചെയ്യും. നമ്മുടെ ഈ സ്റ്റെറോയിഡ് ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം ചില ജിമ്മുകളിൽ, അത് തെറ്റായ ഒരു കാര്യമല്ലേ? തെറ്റായ കാര്യമാണ്. പക്ഷേ ബോഡി ബിൽഡിംഗ് സംബന്ധിച്ച് അത് ഇന്റർനാഷണൽ ലെവലിൽ അത് അങ്ങനെ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമേ യൂസ് ചെയ്യും. അല്ല ചുമ്മാ നോർമലി എല്ലാവരും മെഡിസിൻ യൂസ് ചെയ്യുന്നവരുണ്ട്. മീൻസ് ഇപ്പോൾ മിക്ക ജിമ്മിലും അങ്ങനെ ഫോഴ്സ് ചെയ്ത്, ഇവിടെ അധികമില്ല, പുറത്താണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഒരു ബ്ലഡ് ടെസ്റ്റ് പോലും ചെയ്യാതെ ചുമ്മാ മെഡിസിൻ വരി കുത്തുന്ന ടൈപ്പാണ് പുറത്തുള്ളത്. ഇതൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അത് ഡോക്ടർമാരുടെ അടുത്ത് സജസ്റ്റ് ചെയ്ത് വേണം മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നല്ലൊരു ട്രെയിനറിന്റെ കീഴിൽ എപ്പോഴും അസിസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള പ്രോട്ടീൻ പൗഡറോ അങ്ങനെ സ്റ്റെറോയിഡ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും ഉപയോഗിക്കുന്നില്ല. എത്ര ദിവസമായിട്ട് ജിമ്മിൽ വരുന്നു? ഞാൻ 2 മാസമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു, അതായത് സംസ്ഥാന വ്യാപകമായിട്ട് പരിശോധന നടന്നപ്പോൾ പല ജിമ്മുകളിൽ നിന്നും ഇങ്ങനെ ഈ മോശം സാധനങ്ങൾ, സ്റ്റെറോയിഡ് കലർന്ന വസ്തുക്കൾ ഈ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. അത് തെറ്റായ ഒരു കാര്യമാണ്. തീർച്ചയായും അങ്ങനെയുള്ള ഇങ്ങനെ സ്റ്റെറോയിഡ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. തിരുവനന്തപുരത്ത് ആനാറയിൽ തന്നെയുള്ള ബോഡി ടൂൺ എന്ന ജിംനേഷ്യത്തിലാണ് നമ്മൾ ഉള്ളത്. ജിമ്മിന്റെ നടത്തിപ്പുകാരൻ ജോണിച്ചേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജോണിച്ചേട്ടാ, പണ്ട് ഞാനിവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. കളിച്ചു, ഇപ്പൊ നിർത്തി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പരിശോധന ഉണ്ടായിരുന്നു. അപ്പോൾ മിക്ക ജിമ്മുകളും, ഒരുപാട് ജിമ്മില് ഈ പറഞ്ഞ കണക്ക് സ്റ്റിറോയിഡിന്റെ ഉപയോഗം ഉണ്ട്. അപ്പൊ അത് ശരിയല്ല. നമ്മളിവിടെ തുടങ്ങിയിട്ട് തന്നെ, ഇപ്പൊ ഈ ജിമ്മ് തുടങ്ങിയിട്ട് തന്നെ 15 വർഷമായി. നമ്മളിവിടെ മെഡിസിൻ എല്ലാം എതിരാണ്. മെഡിസിൻ ഇവിടെ ഒരു കുട്ടികളും ഉപയോഗിക്കില്ല. ഡെയിലി നമുക്കിവിടെ ഒരു 100-150 പിള്ളേർ കളിച്ചു പോകണുണ്ട്. അപ്പൊ നമ്മൾ മെഡിസിൻ എതിരാണ്. അങ്ങനെയാണ് കാര്യം. അടുത്ത നമ്മുടെ നാച്ചുറൽ ബോഡിയാണ് നമ്മളിവിടെ. നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടല്ലോ, ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടും. അത് കഴിക്കുക, വർക്കൗട്ട് ചെയ്യുക. അല്ലാതെ നമ്മള് വേറെ മെഡിസിൻ ഒന്നും എടുക്കാൻ പോകരുത്. ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോ തന്നെ ഈ പരിശോധനയ്ക്ക് കാരണം തന്നെ നമ്മുടെ മണക്കാട് ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ട് ആണ് ഇപ്പൊ അവരുകൊണ്ടൊന്ന് കേസ് കൊടുത്തിട്ടാണ് ഇതിപ്പോ മിക്ക ജിമ്മിനും ചെക്കപ്പും കാര്യങ്ങളും ചെക്കിംഗ് ഒക്കെ വന്നത്. പെട്ടെന്ന് ഞാനത് വിട്ടുപോയി ഒരു പ്രധാന കാര്യമാണ്. സാറിന് ഒരു ബോഡി ബിൽഡർ ആവണമെങ്കിൽ, നല്ലൊരു ബോഡി ബിൽഡർ, ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു ബോഡി ബിൽഡർ ആവണമെങ്കിൽ തന്നെ മിനിമം 5 വർഷം 2 നേരം 1.5 മണിക്കൂർ കളിച്ചാലേ ആവാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് സ്റ്റെറോയിഡും മറ്റ് ആർട്ടിഫിഷ്യൽ മെഡിസിനും കൂടി ഉപയോഗിക്കുന്നതുകൊണ്ട് 3 മുതൽ 6 മാസം കൊണ്ട് ഒരു 5 വർഷം കളിക്കുന്ന പമ്പിങ് ഇവർക്കുണ്ടാവും. ചെറുപ്പക്കാർക്കെല്ലാം പെട്ടെന്ന് ബോഡി മസിൽ പമ്പ് ചെയ്യണം. അത് ഏത് കുറുക്ക് വഴി കൂടിയാണ് അവർ നോക്കുന്നത്. അത് ടോട്ടലി നമ്മൾ ആരോഗ്യത്തിന് ബാധിക്കും, കിഡ്നിയെ ബാധിക്കും, നമ്മുടെ ശരീരത്തിന് ബാധിക്കും, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കുറയും. അത് പെട്ടെന്ന് ഈ സഡൻ ഡെത്തൊക്കെ പലർക്കും അത് ഉണ്ടായിട്ടുണ്ട്. ഇത് ഒഴിവാക്കണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെറോയിഡുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കും. തീർച്ചയായിട്ടും ഈ തരത്തിൽ തന്നെയാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ജിമ്മുകളുണ്ട്. അങ്ങനെ തന്നെ അവർ പ്രവർത്തിച്ചു പോകട്ടെ. എങ്ങനെയാണ്, എത്ര വർഷം കൊണ്ട് ഇവിടെ കളിക്കുന്നുണ്ട്? ഞാനിപ്പോ 4 വർഷം. കഴിഞ്ഞ ദിവസത്തെ ഈ വാർത്ത കണ്ടിരുന്നതാണല്ലോ, ഈ സ്റ്റെറോയിഡൊക്കെ അത് വളരെ ദോഷമാണ് ശരീരത്തിന്. ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം നമ്മുടെ നാച്ചുറൽ ഫുഡ് കിട്ടുന്നത് എന്താണോ അത്. അതാണ് ഈ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന, ഇവിടെ സ്ഥിരമായി എത്തുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത് അങ്ങനെ സ്റ്റെറോയിഡിന്റെ ഉപയോഗം ആവശ്യമില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം മതി, അത് കഴിച്ച് കൃത്യമായി വ്യായാമം ചെയ്യുക എന്ന കാര്യമാണ്. അതുതന്നെയാണ് ഈ ആരോഗ്യവകുപ്പിന്റെ പരിശോധനയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതും. അരുൺ പാലോടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.